മനസ്സിൽ ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്തവർക്ക്, കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവർക്കും കൂട്ടിനുള്ളത് എന്നും വേദനകൾ മാത്രമായിരിക്കും. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സ്വന്തമെന്ന് നമ്മൾ കരുതുന്ന വിശ്വാസം മാത്രമാണ്. കൂടെയുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നീ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നാളെ അവരുടെ സന്തോഷത്തിനു വേണ്ടിയും നീ മാറി നിൽക്കേണ്ടി വരും. മുഖങ്ങൾക്കിടയിലുള്ള മുഖംമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ വിജയമാണ്. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല, അത് നിങ്ങൾ ഇന്നേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. ജ്ഞാനിയായ ഒരു മനുഷ്യൻ ജയിക്കാൻ വേണ്ടി പോരാടുന്നു, പക്ഷെ പരാജയപ്പെടാൻ സാധ്യതയുള്ളതിനെ നേരിടാനുള്ള പദ്ധതി തയ്യാറാക്കിയില്ലെങ്കിൽ ബുദ്ധിയേക്കാൾ ഇരട്ടി വിഡ്ഢിത്തമുള്ളവനായി അവൻ മാറും. തനിക്ക് വേദനിക്കുന്നത് പോലെ എല്ലാവർക്കും വേദനിക്കും എന്ന ചിന്ത ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായാൽ ആരെയും സങ്കടപ്പെടുത്താനും ദ്രോഹിക്കാനും ഒരാൾക്കും തോന്നുകയില്ല. പലപ്പോഴും തിരക്കുകൾ നല്ലതാണ്, പലതും മറക്കാൻ, പലതും ഓർത്തിരിക്കാൻ, പലതും കണ്ടില്ലെന്ന് നടിക്കാൻ. പരിശീലനത്തിന്റെ ഓരോ നിമിഷവും നമ്മൾ വെറുക്കുന്നു, പക്ഷെ അപ്പോൾ നമ്മൾ ഓർക്കണം, വേണ്ട, ഇപ്പോൾ കഷ്ടപ്പെടാം, എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഒരു ചാമ്പ്യനായി ജീവിക്കാം. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് മാന്യമായി സഹകരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഒരു മണ്ടനാണെന്നല്ല, പകരം നിങ്ങൾക്ക് ആ വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യുവാനുള്ള പക്വതയുണ്ടെന്നാണ്. ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും. ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിക്കുന്നവന്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല. ഒരു യഥാർത്ഥ സ്ത്രീ അവളുടെ പങ്കാളിയുടെ തിരക്കുകൾ മനസ്സിലാക്കി പെരുമാറുന്നു. ഒരു യഥാർത്ഥ പുരുഷൻ തന്റെ തിരക്കുകൾ മാറ്റിവെച്ച് തന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കുന്നു. അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളെയോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.